ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ എയർ ഹോണിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. സാധാരണ നമ്മൾ ഈ എയർ ഹോണാണെങ്കിൽ വണ്ടിയിൽ വെക്കാൻ നിരോധിച്ചേക്കുവാണ് ഹോണ്. അപ്പോൾ എല്ലാവരും അഴിച്ചു കളയാണ്. ഇതുകൊണ്ട് നമുക്ക് ഉപകാരപ്രദമായ ഒരു സാധനം ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനെക്കുറിച്ചാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പം എയർ ഹോൺ ഘടിപ്പിച്ചേക്കുവാണ് വണ്ടിയിൽ. നോക്കാം. ഇത് ഞാനിപ്പോൾ ഇതിൽ നിന്നുള്ള പൈപ്പിങ് അയച്ചെടുക്കാൻ പോകും. എയർ ഹോണിൽ നിന്നുള്ള അയച്ചെടുത്തു. ഇത് ഇങ്ങനെ ഹോണും ചെക്കുമ്പോൾ ഇങ്ങനെ എയർ വരും. ഇത് വെച്ച് നമുക്ക് പിന്നെ എയർ ഫിൽറ്ററിൻ്റെ അതിൽ പൊടിയൊക്കെ ഇങ്ങനെ കളയാൻ പറ്റും. എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് അപ്പം വണ്ടിയുടെ ടർബോയ്ക്കോ മറ്റേ കംപ്ലൈൻറ്റ് വരില്ല. അതിനകത്ത് കിടന്ന പൊടികൾ നമ്മൾ ആഴ്ച അടിച്ച് കളയുന്നത് സർവീസ് കൊടുത്താണ് സാധാരണ ചെയ്യുന്നത് നമ്മൾ. ഇതുകൊണ്ടാണ് നമുക്ക് ഒരു 5 പൈസ ചിലവില്ലാതെ തന്നെ ഈ കണക്ഷൻ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അതെങ്ങനെ നമുക്ക് നോക്കാം. നമുക്ക് ആ ഫിൽറ്റർ അയച്ചെടുക്കാം. ഇതൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫുൾ എയർ കയറ്റിയിട്ട് നമ്മൾ ഈ ഹോണ ഇങ്ങനെ ഞെക്കി വിടാം. അല്ലെങ്കിൽ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി പിടിച്ചാലും മതി. എന്നിട്ട് നമ്മൾ എയർ ഫിൽറ്റർ എടുത്തിട്ട് ഇങ്ങനെ പൊടി ഇതാക്കിയാൽ ഇങ്ങനെ ഈ ഫിൽറ്ററിൻ്റെ അതിൽ പൊടി ചെറിയ പൈപ്പാണ്, നല്ല പവറിലാണ്. അതിൻ്റെ അതിൽ കിടക്കുന്ന പൊടി കംപ്ലീറ്റ് പോകും. ഇതുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ ടർബോയ്ക്ക് അത് പൊടി കയറത്തില്ല, കംപ്ലൈൻറ്റ് വരത്തില്ല. ടർബോയ്ക്ക് എഞ്ചിനും കംപ്ലൈൻറ്റ് വരത്തില്ല. ഇങ്ങനെ ആഴ്ച നമ്മൾ പൊടി കയറുന്നത് കൂടുതൽ ടിപ്പർ അങ്ങനെയുള്ള വണ്ടികളായിരിക്കും പൊടി കൂടുതൽ കയറുന്നത്. നമ്മളിങ്ങനെ ഒരു 5 പൈസ ചിലവില്ലാതെ ഈ പൈപ്പിൽ നിന്ന് തന്നെ നമുക്ക് എയർ കൊണ്ട് ഇങ്ങനെ ക്ലീൻ ആക്കാം. പിന്നെ കൂടാതെ വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ പൊടിയാവാന്ന് ഇത് വെച്ച് അടിച്ചിങ്ങനെ കളയാൻ പറ്റും. ഇതൊക്കെ പൊടി ഇങ്ങനെ കളയാൻ പറ്റും. ഓക്കെ, എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈപ്പ് പഴയ പോലെ തിരിച്ച് ഈ ഹോണെ ഘടിപ്പിക്കണം. ചുമ്മാ താഴോട്ടിട്ടാൽ മതി. എയർ ലീക്ക് ആവുന്നില്ല. നമ്മൾ ഇത് വണ്ടിക്ക് നമുക്ക് എപ്പോഴും എടുക്കാൻ സൗകര്യത്തിന് താഴോട്ട് എവിടത്തേലും ഒരു ഹോണിൽ കൂടെ അങ്ങോട്ട് ഇട്ടാൽ മതി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, പേജ് ലൈക്ക് ചെയ്യുക.